അങ്ങനെ 6 മന്ത് ബേബിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾ തന്നെ അത് പ്രിന്റ് എടുത്ത് കൊണ്ടുവരണം, എന്നാലും അവർ സൈനൊക്കെ ചെയ്തു തരും. അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സ്. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ചെയ്തത് മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു, ബോർഡിങ്ങിനായിട്ട് വെയിറ്റിംഗ് ആണ്. ബോർഡിംഗ് സമയത്തായപ്പോഴത്തേനും ആൾ ഉറക്കത്തിന്റെ ഒരു മൂഡിലായിരുന്നു. സ്ട്രോളർ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. ദെൻ ബോർഡിംഗ് ആയപ്പോഴേക്കും ആള് നല്ല ഉറക്കായി. ബേബീസിന് ഫസ്റ്റ് പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടും എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇത്രയും വീൽ ചെയറുകാരുണ്ടായിരുന്നുകൊണ്ട് കുറേ ക്യൂ ഒക്കെ നിന്നാണ് നമ്മൾ ബോർഡ് ചെയ്തത്. നമ്മുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് സ്ട്രോളർ അവർ കളക്ട് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്തായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും ആളെ എണീച്ചു. ജസ്റ്റ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു. കുറേ നേരം കളിച്ചും ചിരിച്ചും. ആള് നല്ല എനർജറ്റിക് ആയിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് ആള് ഫുൾ എനർജറ്റിക് മൂഡാണ്. ദെൻ ഞങ്ങൾ ഡയപ്പർ സ്റ്റേഷൻ. ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആവശ്യം വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ഡയപ്പർ സ്റ്റേഷൻ, സീറ്റ്, ഡയപ്പർ സ്റ്റേഷൻ, സീറ്റ്, അങ്ങനെ അങ്ങനെ മാറി മാറി കുറേ നേരം പോയി. ഫുഡൊക്കെ വന്നു. മലേഷ്യൻ എയർലൈൻസ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഇവള് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചു. പിന്നെ ആള് ഉറക്കായി. ഞാൻ ഫുഡ് കഴിച്ചപ്പോഴത്തേനും ആൾക്ക് ഉറക്കം വന്നു. ആൾ ഉറക്കായി. എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, നടുക്കത്തെ സീറ്റ് ഒഴിവായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ കിടത്താനൊക്കെ പറ്റി. ഇതിന് ബേസിനെറ്റ് സീറ്റ് ഫുള്ളായിരുന്നു. അങ്ങനെ ബേസിനെറ്റ് സീറ്റ് കിട്ടാത്തവ പരമാവധി സൈഡ് സീറ്റ് തന്നെ ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ എണീച്ച് പോകേണ്ടി വരുമല്ലോ, അതുകൊണ്ട് സൈഡ് സീറ്റ് തന്നെ ഉപയോഗിക്കുക. മലേഷ്യയിൽ ഒരു 7 മണി 7:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തി, ലാൻഡ് ചെയ്തു. അങ്ങനെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 3 അവർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് ഇവിടെ നിന്ന് ചൈനക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.